മിക്കവാറും ആളുകൾ കരുതുന്നത് അവരുടെ ഭൂതകാലമാണ്, പാസ്റ്റാണ് തങ്ങൾ ആരാണെന്ന് നിർണയിക്കുന്നതെന്നാണ്. പലരും പറയും, ഞാൻ കോൺഫിഡൻ്റ് അല്ല, ഞാൻ ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, ഞാൻ എന്ത് ചെയ്താലും ശരിയാകാറില്ല എന്നെല്ലാം. എന്നാൽ ഇവയൊന്നും യഥാർത്ഥത്തിൽ സത്യമല്ലെങ്കിലോ? ഇവയെല്ലാം സത്യത്തിൽ നമ്മുടെ മനസ്സ് നമ്മുടെ ഭൂതകാലത്തെ അടിസ്ഥാനമാക്കി സൃഷ്ടിച്ചിട്ടുള്ള കഥകളാണ്. സത്യം ഇതാണ്, ഇവയെല്ലാം മാറ്റി എഴുതുവാനുള്ള പവർ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. 30 ദിവസങ്ങളുടെ ന്യൂ യു ചലഞ്ചിൻ്റെ ആദ്യത്തെ ദിവസത്തേക്ക് സ്വാഗതം. ഇനി വരുന്ന 30 ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ പഴയ കഥകളെ റിലീസ് ചെയ്ത് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഓർത്തെടുക്കുവാൻ പോവുകയാണ്. ശാന്തരും കഴിവുള്ളവരും സമൃദ്ധിയും എല്ലാ നല്ല കാര്യങ്ങളും നേടിയെടുക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയാൻ പോകുന്ന ദിവസങ്ങളാണ് ഇത്. ഈ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ചില പ്രാക്ടീസുകൾ വളരെ സിമ്പിളായി തോന്നിയേക്കാം. എന്നാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളവയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. ഈ പ്രാക്ടീസുകൾ നമ്മുടെ നാഡീവ്യൂഹങ്ങളെ റീവയർ ചെയ്യുവാനും ഉപബോധ മനസ്സിനോട് നേരിട്ട് സംസാരിക്കുവാനും സഹായകരമായവയാണ്. അതുകൊണ്ട് കുറച്ച് സമയത്തേക്കുള്ള സിമ്പിളായ പ്രാക്ടീസുകളാണെങ്കിലും അവ ഒരു ദിവസം പോലും മിസ്സാക്കാതെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ദിവസത്തെയും വീഡിയോയ്ക്ക് ശേഷം അടുത്ത ദിവസത്തെ വീഡിയോ വരെ, അതായത് ദിവസത്തിൽ ഉടനീളം നമ്മളൊരു ഇൻറ്റൻഷൻ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. അത് ഓരോ ദിവസത്തിനും വ്യത്യസ്തമായിരിക്കും. കൂടെ വിചിന്തനത്തിനായി 2 ചോദ്യങ്ങളും ഓരോ ദിവസവും നൽകുന്നതാണ്. അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നതിന് മുൻപ് ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും. ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കുന്നവർ ഇവ 2ഉം ദിവസവും ചെയ്യാൻ മറക്കരുത്. സാധിക്കുമെങ്കിൽ ഒരു പുതിയ നോട്ട്ബുക്ക് ഈ 30 ദിവസത്തിനായി സൂക്ഷിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. പവർഫുള്ളായ ഒരു കാര്യത്തിൽ ആരംഭിക്കാം. യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുന്നവരാണ്. ചെറുപ്പകാലം മുതൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും നമ്മെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ച് സാവധാനം അവ നമ്മുടെ ഉള്ളിലെ സ്വരമാക്കി മാറ്റിയവരാണ്. ഉദാഹരണമായി, ചെറിയ തെറ്റുകൾക്ക് ശകാരം കേട്ട ഒരു കുട്ടി ഞാൻ അത്ര സ്മാർട്ടൊന്നുമല്ല എന്ന് വിശ്വസിക്കാൻ ആരംഭിക്കുന്നു. സ്നേഹം നിരസിക്കപ്പെട്ട ഒരു വ്യക്തി ഞാൻ അത്ര സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല എന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സാവധാനം ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി മാറുന്നു. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ അനന്തവും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമായി കാണുന്നതിനു പകരം ചില ലേബിളുകളുടെ അടിസ്ഥാനത്തിൽ കാണാൻ ആരംഭിക്കുന്നു. എന്നാൽ യഥാർത്ഥ നമ്മൾ ഈ ചിന്തകളെ നിരീക്ഷിക്കുന്നവരും ഭൂതകാലത്താൽ സ്പർശിക്കപ്പെടാത്തവരുമാണ്. ആ ഒരു നമ്മുടെ വെർഷനെയാണ് ഈ 30 ദിവസത്തിലെ ചലഞ്ചിലൂടെ നമ്മൾ ഉണർത്താൻ പോകുന്നത്. ഇനി ഒരു നിമിഷത്തേക്ക് കണ്ണുകൾ അടച്ച് ആഴത്തിലൊരു ശ്വാസമെടുക്കാം. ഇനി സ്വയം ചോദിക്കാം, ഏതൊക്കെ ലേബലുകളാണ് ഞാൻ എന്നെക്കുറിച്ച് തന്നെ വർഷങ്ങളായി ചുമന്നുകൊണ്ട് നടക്കുന്നത്? ചിലപ്പോൾ ഒരുപക്ഷെ അത് ഞാൻ കോൺഫിഡൻ്റ് അല്ല, എനിക്ക് പണമുണ്ടാക്കാൻ സാധിക്കുകയില്ല, സന്തോഷത്തിന് ഞാൻ അർഹനല്ല എന്നിവ പോലുള്ളതാകാം. അവ ഏതെല്ലാമെന്ന് സ്വയം വിമർശിക്കാതെ വെറുതെ നിരീക്ഷിക്കാം. ഇത് നിങ്ങളല്ല, ഇത് നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളെ നിങ്ങളുടെ മനസ്സ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സംഗീതത്തെ ഓഫ് ചെയ്യാൻ മറന്നുപോയതുപോലെ ഇന്ന് നമ്മൾ ആ സ്വരങ്ങളുടെ വോളിയത്തെ കുറയ്ക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് ഒരു ഷോർട്ട് EFT ചെയ്യാം. ഈ പഴയ കഥകളെ റിലീസ് ചെയ്യാനും സത്യത്തിന് ഇടം തുറന്ന് കൊടുക്കുവാനും. EFT പരിചയമില്ലാത്തവർ വീഡിയോയിൽ കാണിക്കുന്ന ഭാഗങ്ങളിൽ ഓഡിയോ കേൾക്കുന്നതിനോടൊപ്പം ടാപ്പ് ചെയ്താൽ മതിയാകും. നമുക്കൊരുമിച്ച് ടാപ്പിംഗ് ചെയ്യാം. കരാട്ടെ ചോപ്പിൽ ആരംഭിക്കാം. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പല കഥകളും വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ എന്നെ ഇന്നു മുതൽ കാണുവാൻ ഞാൻ
തീരുമാനമെടുക്കുന്നു. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പല കഥകളും വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ എന്നെ ഇന്നു മുതൽ കാണുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പല കഥകളും വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ എന്നെ ഇന്നു മുതൽ കാണുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ഇനി മറ്റു പോയിന്റുകളിലൂടെ ടാപ്പ് ചെയ്യാം. എന്നെക്കുറിച്ച് തന്നെ ഞാൻ കൊണ്ടു നടക്കുന്ന പഴയ വിശ്വാസങ്ങൾ. അവയെ വിട്ടുകളയുവാൻ ഞാൻ തയ്യാറാണ്. അവയൊരു പക്ഷേ എന്നെ മുൻപ് സംരക്ഷിച്ചിട്ടുണ്ടാകാം, എന്നാൽ അവയെ ഇനി എനിക്ക് ആവശ്യമില്ല. യഥാർത്ഥ എന്നെ കണ്ടെത്താൻ ഞാൻ തുറവി കാണിക്കുന്നു. ഞാൻ എൻ്റെ ഭൂതകാലമല്ല. ഞാൻ എൻ്റെ ഭയങ്ങളല്ല. ഞാൻ എനിക്കായി മറ്റുള്ളവർ നൽകിയിട്ടുള്ള ലേബലുകളല്ല. ഞാൻ അവയ്ക്ക് പിന്നിലുള്ള അവബോധമാണ്. കാമായ, ആത്മവിശ്വാസമുള്ള, കേപ്പബിളായ. ഇനി ആഴത്തിൽ ഒരു ശ്വാസം കൂടി എടുക്കാം. ഇനി ഉറക്കെ പറയാം. ഞാൻ എൻ്റെ ഭൂതകാലമല്ല. എൻ്റെ പുതിയ കഥ സൃഷ്ടിക്കാൻ ദൈവം എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്. പഴയ കഥകളെ വിശ്വസിക്കാതാകുമ്പോൾ എത്ര ഭാരക്കുറവാണ് ഫീൽ ചെയ്യുന്നതെന്ന് അനുഭവിച്ചറിയാം. ഇന്നത്തെ ഇൻറ്റൻഷൻ: ഇന്ന് ഞാൻ എന്നെ തന്നെ എൻ്റെ ഉത്തരവാദിത്വങ്ങൾക്കും ഭയങ്ങൾക്കും പഴയ കഥകൾക്കും അതീതമായി കാണാൻ ശ്രമിക്കുന്നു. ഞാൻ എൻ്റെ യഥാർത്ഥ എന്നെ തിളങ്ങാൻ അനുവദിക്കുന്നു. ഈ ഒരു ഇൻറ്റൻഷൻ ദിവസത്തിൽ ഉടനീളം അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിക്കാം. ഒപ്പം തന്നെ നോട്ട്ബുക്ക് എടുത്ത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും ശ്രമിക്കാം. എൻ്റെ ഏത് ഭാഗങ്ങളെയാണ് ഞാൻ ഇത്ര നാൾ മറച്ചുവെക്കാൻ, ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? എൻ്റെ യഥാർത്ഥ ഞാനുമായി കണക്ഷൻ അവസാനമായി അനുഭവപ്പെട്ട ഒരു സന്ദർഭം ഏതായിരുന്നു? സമയമെടുത്ത് ആത്മാർത്ഥമായി ഇവയ്ക്ക് ഉത്തരമെഴുതാൻ ശ്രമിക്കാം. അഭിനന്ദനങ്ങൾ! നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ ചുവട് എടുത്തിരിക്കുകയാണ്. നാളെ നമ്മൾ നമ്മുടെ ചിന്തകൾ എങ്ങനെ നമ്മുടെ റിയാലിറ്റിയെ വാർത്തെടുക്കുന്നുവെന്നും മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ ചിന്തകളും എങ്ങനെ വിശ്വസിക്കാതിരിക്കാമെന്നും കാണാൻ പോകുന്നു. ഈ ഒരു സെഷൻ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഐ ആം റെഡി ടു സീ മൈ ട്രൂ സെൽഫ്. നമുക്കൊരുമിച്ച് വളരാം. വൺ ഡേ, വൺ ബിലീഫ് അറ്റ് എ ടൈം.